This program is brought to you by Pranav Movies, the ultimate digital experience. സമവർ ജംഗ്ഷൻ ദേശീയ പ്രാദേശിക സാമൂഹിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെ ആസ്പദമാക്കി നിരവധി സ്കിറ്റുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രംഗത്തൊരു പുതിയ അധ്യായം കുറിക്കുകയാണ് സമവർ ജംഗ്ഷൻ. മാന്നാർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പറ്റം അമച്വർ കലാകാരന്മാർ തങ്ങളുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ ഒരു ചായക്കടയുടെ പശ്ചാത്തലത്തിൽ ഹാസ്യത്തിൻ്റെ മേമ്പടി ചേർത്ത് അപഗ്രഥിക്കുകയാണിവിടെ. പ്രേക്ഷകരുടെ അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഓ, ആ സദാശിവത്തെ ഗവർണറാക്കിയപ്പോഴേ എന്തൊരു പുകിലായിരുന്നു ഇവിടെ. ജയലളിതയുടെ ആളാ. തമിഴന്മാർക്ക് ഇപ്പം മുല്ലപ്പെരിയാറങ്ങ് തീരെഴുതി കൊടുക്കും. ദാ കണ്ടോ, കേരളത്തിന്റെ ചട്ടിക്കകത്ത് ഒന്നുമില്ലെന്ന് കണ്ടേ. അങ്ങ് രാജ്ഭവനിൽ നിന്ന് തുടങ്ങിയതാ ചെലവ് ചുരുക്കല്. ആ ഷീലാ ദീക്ഷിത്തും നിഖിൽകുമാറും ഭരദ്വാജും ഒക്കെ നനയ്ക്കുന്നതും കുളിക്കുന്നതും എന്തിനെ കുലുക്കുഴിയുന്നത് വരെ മിനറൽ വാട്ടറല്ല. അത് ഇതേലൊന്നുമല്ല, ഇന്റർനാഷണൽ ബ്രാൻഡല്ലേ. ദിവസവും 150 ലിറ്ററാ വേണ്ടി വരുന്നത്. ഈ പാവത്താൽ ചെറു ചൂട് വെള്ളത്തിൽ കാര്യമൊക്കെ അങ്ങ് നടത്തിക്കോളൂ. ദേ ഇങ്ങോട്ട് നോക്കി, ദമ്പടി എത്രയാ മാറിയെന്ന് അറിയാമോ? ഈ ഗവർണർ പദവിയിൽ ആരെയാ ഇരിക്കുന്നത്? സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടാത്ത കേന്ദ്രത്തിലോട്ടങ്ങ് എടുത്താൽ അവിടെ കുട്ടിച്ചോറാക്കുന്ന ചില അഴിമതിവീരന്മാർ. അവരെ ശിഷ്ടകാലം രാഷ്ട്രീയ വനവാസത്തിനിടാനുള്ള വേദിയായി ഈ ഗവർണർ പദവി. ഇത്രയും നാളും പൊതുജനങ്ങളെ സേവിച്ചേച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുമ്പോൾ അവർ സ്വല്പം സുഖിച്ച് സായുവിച്ച് പറയുന്നതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ഛേദം? അത് ശരിയാ. ഈ വക്കം പുരുഷോത്തമനും ശങ്കരനാരായണനും ഒക്കെ അങ്ങനെ ബലസിക്കൊണ്ടിരിക്കുമ്പോഴാ മോദി വന്ന് ചെവിക്ക് പിടിച്ച് പുറത്തു വിട്ടത്. അത് ഈ ഭാര്യ വീട്ടിൽ പരമസുഖമെന്ന് പറയുന്ന പോലല്ലയോ ഈ ഗവർണർ പദവി. വല്ലം നേരെ കഴിച്ച് ശരീരവും നോക്കി വേണമെങ്കിൽ ഒരു സുഖ ചികിത്സയും നടത്തി അങ്ങ് ജീവിച്ചു പോകാം. മനസ്സിലിപ്പോഴും താനൊരു കർഷകനാണെന്ന് ഒരു മറയുമില്ലാതെ പറയുന്ന ആളാ ഈ സദാശിവ്. വാക്കിലും പ്രവൃത്തിയിലും അയാൾ അത് പുലർത്തുകയും ചെയ്യും. സാധാരണ ഗവർണർമാര് ചാർജ് എടുത്താൽ അമ്പ് കേരളം കാണാനിറങ്ങും. എവിടാ? ആതിരപ്പള്ളിയിലും മൂന്നാറിലും ആലപ്പുഴ ഹൗസ് ബോട്ടിലും ഒക്കെ. ഇതുവരെ കോവളത്താ ഹൗവ ബീച്ച് വരെയാ ആകെ ഒന്ന് പോയത്. എന്തിനാ കൂടുതല്? ഹവായി പോയപ്പോ തന്നെ മതിയായി കാണും. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളിൽ മാത്രമേ പുള്ളി താമസിക്കത്തുള്ളൂ. ഇതുവരെ ഇരുന്നവരൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അല്ലായിരുന്നോ തിരുവനന്തപുരം വിട്ടാ പിന്നെ പൊറുതി. വെറുമൊരു റേവ സ്റ്റാമ്പ് ആകാനൊന്നുമേ പുള്ളിയെ കിട്ടത്തില്ല. ജോലിയുടെ കാര്യത്തിലേ കടുംപിടുത്തം അങ്ങ് സുപ്രീം കോടതിയിൽ നിന്ന് തുടങ്ങിയതാ. അതറിയത്തില്ലേ, ഒരൊറ്റ ദിവസമാ ഇത് ഞാൻ കോടതിയിൽ പോകാതിരുന്നിട്ടുള്ളത്. സർക്കാർ നിർദ്ദേശങ്ങൾ കണ്ണുമടച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു മോനെ. ഇത് സാധനം വേറെയാ. പുത്തനച്ചി പെരപ്പുറം തൂക്കും. This program is brought to you by Pranav Movies, the ultimate digital experience.